സദ്ഗമയ പദ്ധതി കളക്ടറുടെ അടിയന്തര ഇടപെടൽ അഭ്യർത്ഥിച്ച് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഓണാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. വെളിയങ്കോട് ഹോമിയോ ഡിസ്പെൻസറി കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന സ്പീച്ച് തെറാപ്പി പരിശീലനം ഉൾപ്പെടെയുള്ള ഭിന്നശേഷി കുട്ടികളുടെ പദ്ധതിയായ സദ്ഗമയ പദ്ധതി തുറന്നുകൊണ്ടുപോകാൻ കളക്ടറുടെ അടിയന്തര ഇടപെടൽ തേടി വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത്. 2025 സെപ്റ്റംബർ മുതൽ ഈ പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നൂതന പദ്ധതിയെയാണ് ജില്ലാ ആസൂത്രണ സമിതി പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. എന്നാൽ തുടർന്ന് ശമ്പളം നൽകുന്നതുൾപ്പെടെ പദ്ധതിക്ക് പണം ചെലവഴിക്കണമെങ്കിൽ നൂതന പദ്ധതിയായി സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ മതിയാവൂ എന്ന് ആസൂത്രണ സമിതി കർശന നിർദ്ദേശം നൽകി. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ആഗസ്റ്റ് മാസത്തിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം ജില്ലാ ആസൂത്രണ സമിതി നൽകിയത്. അതിനാൽ തന്നെ അതിന് തൊട്ടടുത്ത മാസമായ സെപ്റ്റംബർ മുതൽ ഇവരുടെ ശമ്പളം മുടങ്ങി. ഓഗസ്റ്റ് മാസത്തിലെ നിർദ്ദേശമുണ്ടായെങ്കിലും നവംബർ മാസത്തിൽ മാത്രമാണ് കഴിഞ്ഞ ഭരണസമിതി ഈ പദ്ധതി നൂതന പദ്ധതിയായി കോർഡിനേഷൻ കമ്മിറ്റിക്ക് മുമ്പിൽ ഇതിന്റെ രേഖകൾ സമർപ്പിച്ചത്. പിന്നീട് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പും വന്നതു മുതൽ ഈ കാലയളവിൽ ഒരു വട്ടം മാത്രം ചേർന്ന കോർഡിനേഷൻ കമ്മിറ്റിയുടെ അജണ്ടയിൽ ഈ വിഷയം വന്നില്ല. പുതിയ സർക്കാർ വന്നതിന് ശേഷം കോർഡിനേഷൻ കമ്മിറ്റി പുനഃക്രമീകരിച്ച് ഇതുവരെ യോഗം ചേർന്നിട്ടുമില്ല. ഇതിനാൽ പ്രധാനപ്പെട്ട ഈ പദ്ധതി തുടർന്നു പോകുന്നതിനും ശമ്പള കുടിശ്ശിക തീർത്തു നൽകുന്നതിനും കോർഡിനേഷൻ കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടി പദ്ധതി അനുമതി നൽകേണ്ടതുണ്ട്. ഇതിനാൽ കോർഡിനേഷൻ കമ്മിറ്റി യോഗം പെട്ടെന്ന് ചേരുന്നതിനും ഇതിൽ വിഷയം അജണ്ടയാക്കുന്നതിനും ജില്ലാ കളക്ടറുടെ ഇടപെടൽ തേടിയിരിക്കുകയാണ് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത്. ഇതുമായി ബന്ധപ്പെട്ട് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബബിത നൌഫൽ, വൈസ് പ്രസിഡന്റ് പ്രബിത പുല്ലൂണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ പി പ്രിയ, പ്രിൻസി നെല്ലിക്കൽ തുടങ്ങിയവർ ജില്ലാ കളക്ടറെ സന്ദർശിച്ച് രേഖാമൂലം അഭ്യർത്ഥന കൈമാറി. ഇക്കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ 17-ാം വാർഡ് മെമ്പർ കെ സിദ്ദീഖാണ് സദ്ഗമയ ജീവനക്കാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ചത്.